ഞായറാഴ്ച രാവിലെ പതിവ് പോലെ സാറയും ഡേവിഡും പള്ളിക്കകത്തിരിക്കുന്നു. അവരുടെ ഇടയിൽ ശ്രദ്ധേയമായ ദൂരമുണ്ടെന്നത് വ്യക്തമാണ്. സൂര്യപ്രകാശം സ്റ്റെയിൻ ഗ്ലാസ് ജാലകത്തിലൂടെ പള്ളിക്കകത്തേക്ക് പതിക്കുന്നുണ്ട്. ആലയത്തിന് മുകളിൽ കൂടി ഒരു ചൂടുള്ള പ്രകാശം വീശുന്നു. പ്രസംഗപീഠത്തിൽ പുരോഹിതൻ ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശ്വസിക്കുന്നതിനെക്കുറിച്ച് ഒരു പ്രസംഗം നടത്തുന്നു. വലിയ അനിശ്ചിതത്വത്തിൻ്റെ സമയങ്ങളിൽ നാം നമ്മുടെ വിശ്വാസത്തിൽ മുറുകെ പിടിക്കുകയും ദൈവത്തിൻ്റെ പദ്ധതിയിൽ ആശ്രയിക്കുകയും വേണം. പുരോഹിതൻ്റെ വാക്കുകൾ സാറയിൽ ആഴത്തിൽ പ്രതിധ്വനിച്ചു. അവൾ ശ്രദ്ധയോടെ അത് മുഴുവൻ കേട്ടു. അവളുടെ കണ്ണുകൾ കണ്ണുനീർ കൊണ്ട് തിളങ്ങി. അവളുടെ നോട്ടം പള്ളിയുടെ മുൻവശത്തുള്ള കുരിശിൽ പതിഞ്ഞു. ഡേവിഡിൻ്റെ മുഖത്ത് അസ്വസ്ഥത പ്രകടമാകുന്നു. അവൻ്റെ മുഖം വേദനാജനകമായ തീരുമാനവുമായി പുരോഹിതൻ്റെ സന്ദേശത്തോട് പൊരുത്തപ്പെടാൻ പാടുപെടുന്നത് പോലെ കാണപ്പെട്ടു. ഡേവിഡ് സാറയെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. കുർബാന അവസാനിക്കുമ്പോൾ നിരവധി സഭാംഗങ്ങൾ സാറയെയും ഡേവിഡിനെയും സമീപിക്കുന്നു. അവരുടെ പിന്തുണയും ആശങ്കയും പങ്കുവയ്ക്കുന്നു. ചിലർ ഗർഭം തുടരാനുള്ള അവരുടെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നു. സാറ അവളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. അവർ അവളുടെ തീരുമാനത്തെ പ്രതിരോധിക്കുമ്പോൾ അവളുടെ ശബ്ദമിടറിയില്ല. ഇത് ഞങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. എന്തു വന്നാലും ഞങ്ങൾ കർത്താവിൻ്റെ കൃപ കൊണ്ട് അതിനെ എല്ലാം അതിജീവിക്കും. പ്രതികരണങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് ഡേവിഡ് നിശബ്ദനായി തുടർന്നു. അവൻ തൻ്റെ സ്വന്തം സംശയങ്ങളും ഭയവും അവിടെ പ്രകടിപ്പിച്ചില്ല. സാറയും ഡേവിഡും ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ ഓഫീസിലേക്ക് എത്തുന്നു. ഇത്തവണ ഒരു സ്പെഷ്യലിസ്റ്റ് നിയോനേറ്റൽ ഡോക്ടറും ഒപ്പമുണ്ട്. മെഡിക്കൽ ഉപകരണങ്ങളുടെ മുഴക്കവും വരാനിരിക്കുന്ന ചർച്ചയുടെ ഭാരവും കൊണ്ട് ആ മുറി നിറഞ്ഞിരുന്നതായി അവർക്ക് അനുഭവപ്പെട്ടു. ഡോക്ടർ വില്യംസും സ്പെഷ്യലിസ്റ്റും കുട്ടിയുടെ അവസ്ഥയെക്കുറിച്ച് വിശദീകരണം നൽകി. സാധ്യമായ സങ്കീർണതകളും കുടുംബം അഭിമുഖീകരിച്ചേക്കാവുന്ന കാര്യമായ വെല്ലുവിളികളും അവർ വിവരിച്ചു. അവളുടെ തീരുമാനം പുനഃപരിശോധിക്കാൻ അവർ സാറായെ മൃദുവായി പ്രേരിപ്പിച്ചു. ഈ തീരുമാനം മുഖേന ഉണ്ടാകാവുന്ന വൈകാരികവും ശാരീരികവുമായ ആഘാതത്തെ അവർ ഊന്നിപ്പറഞ്ഞു. സാറ എല്ലാം ശ്രദ്ധിച്ചു. അവളുടെ പുരികം ഏകാഗ്രതയോടെ ചുളിഞ്ഞു. പക്ഷേ അവളുടെ ദൃഢനിശ്ചയം ഒരിക്കലും കുലുങ്ങിയില്ല. എനിക്കിതിൻ്റെ അപകട സാധ്യതകൾ മനസ്സിലായി. പക്ഷേ ഇതിലൂടെ ദൈവം ഞങ്ങളെ നയിക്കുമെന്ന് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. ഈ കുട്ടിയുടെ ജീവിതം ഒരു വിലപ്പെട്ട സമ്മാനമാണ്. അതുകൊണ്ട് ഞാൻ ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയുകയില്ല. കുട്ടിയുടെ രോഗനിർണയത്തിൻ്റെ പ്രത്യേകതകളിലേക്കും ആവശ്യമായ ദീർഘകാല പരിചരണത്തെക്കുറിച്ചും ചൂണ്ടിക്കാണിക്കുന്ന ചോദ്യങ്ങളുടെ ഒരു പരമ്പരയിൽ ഡേവിഡ് ഇടപെടുന്നു. പരുഷമായ ബന്ധങ്ങളുമായി തൻ്റെ വിശ്വാസങ്ങളെ അനുരഞ്ജിപ്പിക്കാനുള്ള വഴി തേടുന്നത് പോലെ. അവൻ്റെ വാക്കുകൾ ആശങ്കയും നിരാശയും കലർന്നതാണ്. ദമ്പതികൾക്കുള്ളിലെ ആന്തരിക അസ്വസ്ഥത മനസ്സിലാക്കിക്കൊണ്ട് ഡോക്ടർമാർ ഒരു നോട്ടം കൈമാറുന്നു. അവർ തങ്ങളുടെ ശുപാർശ ആവർത്തിക്കുന്നു. പക്ഷേ ഒടുവിൽ സാറയുടെ അചഞ്ചലമായ തീരുമാനം അവർക്ക് അംഗീകരിക്കേണ്ടി വരുന്നു. വൈകുന്നേരം സാറയുടെ മാതാപിതാക്കളായ ജെയിംസും എവ്ലിനും വീട്ടിലേക്ക് വരുന്നു. അവരുടെ മുഖത്ത് ആശങ്കയുണ്ട്. അവർ സ്വീകരണ മുറിയിൽ ഒത്തുകൂടുന്നു. അന്തരീക്ഷം പറയാത്ത വികാരങ്ങളാൽ കനത്തതാണ്. ജെയിംസ് കൈ നീട്ടി സാറയുടെ കൈ എടുക്കുന്നു. അയാളുടെ കണ്ണുകളിൽ സഹാനുഭൂതി നിറഞ്ഞു. മോളെ, ഞങ്ങളെല്ലാം അറിഞ്ഞു. ഇത് നിനക്കും ഡേവിഡിനും എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരിക്കുമെന്ന്
എനിക്ക് ഊഹിക്കാനാവുന്നില്ല. അവളുടെ കണ്ണുനീർ സ്വതന്ത്രമായി ഒഴുകാൻ അനുവദിച്ചുകൊണ്ട് സാറ അവളുടെ പിതാവിൻ്റെ ആലിംഗനത്തിലേക്ക് ചായുന്നു. എനിക്ക് നല്ല പേടിയുണ്ട് പപ്പ. പക്ഷേ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ അറിയുന്നു. എത്ര കഠിനമായാലും ഞാൻ അവൻ്റെ പദ്ധതിയിൽ വിശ്വസിക്കണം. ഡേവിഡ് ഒരു കോണിൽ നിന്ന് ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കൈകൾ നെഞ്ചോട് ചേർന്ന രീതിയിലായിരുന്നു ഇരുന്നിരുന്നത്. ഏവ്ലിൻ അവൻ്റെ തോളിൽ മൃദുവായി കൈവച്ചുകൊണ്ട് അവൻ്റെ അരികിലേക്ക് നീങ്ങിയിരുന്നു. ഡേവിഡ്, ഇത് അസാധ്യമായ ഒരു തീരുമാനമാണെന്ന് ഞങ്ങൾക്കറിയാം. ഓരോ ഘട്ടത്തിലും ഞങ്ങൾ നിങ്ങളോട് കൂടെയുണ്ട്. അവരുടെ സാഹചര്യത്തിൻ്റെ ധാർമ്മികവും പ്രായോഗികവുമായ പരിഗണനകൾ പര്യവേക്ഷണം ചെയ്തുകൊണ്ട് കുടുംബം ഒരു ചർച്ചയിൽ ഒത്തുചേരുന്നു. ജെയിംസ് തനിക്കുണ്ടായ വിശ്വാസത്തിൻ്റെ ഒരു കഥ പങ്കുവയ്ക്കുന്നു. സ്വന്തം വിശ്വാസം പരീക്ഷിക്കപ്പെട്ട ഒരു കാലഘട്ടം തനിക്കുണ്ടായിരുന്നെന്നും എന്നാൽ ആത്യന്തികമായ ദൈവകൃപയാൽ ശക്തിപ്പെട്ട് അതിനെ വിജയകരമായി മറികടന്നെന്നും പറഞ്ഞു നിർത്തുന്നു. വൈകുന്നേരമാകുമ്പോൾ മുറിയിലെ പിരിമുറുക്കം ക്രമേണ കുറയുന്നു. ഡേവിഡിൻ്റെ ഭാവം മൃദുവാകുന്നു. അവൻ സാറയുടെ കൈകളെ തൻ്റെ കൈകളാൽ പുണരുന്നു. അവരുടെ തീരുമാനത്തിൻ്റെ ഭാരം ഇപ്പോഴും ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഐക്യത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും ഒരു പുതിയ ബോധം അവരിൽ ഇപ്പോഴുണ്ട്. രാത്രി വൈകി സാറയും ഡേവിഡും ഉറങ്ങാനായി കിടക്കുന്നു. അവർക്കിടയിലെ നിശബ്ദത തുടരുന്നു. ഒടുവിൽ ഡേവിഡ് സംസാരിക്കാൻ തുടങ്ങുന്നു. എനിക്ക് ഭയമാണ് സാറ. ഈ കുട്ടിക്ക് എന്ത് നേരിടേണ്ടി വരുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന ഭയം ഒരു ഭാഗത്ത്, എല്ലാം നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്ന ഭയം മറുഭാഗത്ത്. സാറ അവൻ്റെ മുഖത്തേക്ക് തിരിയുന്നു. എനിക്കും ഭയമുണ്ട്. പക്ഷെ ദൈവമാണ് നമ്മെ ഈ ഒരു സാഹചര്യത്തിലൂടെ കടത്തിവിടുന്നതെന്നോർക്കുമ്പോൾ എന്നെ ആ ഭയം വിട്ടൊഴിയുന്നു. അവിടുന്ന് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുകയില്ല. ദൈവം എല്ലാം നമ്മുടെ നന്മയ്ക്കായി ചെയ്യൂ. മനസ്സിലാക്കാൻ പ്രയാസമാണെങ്കിലും അവൻ്റെ പദ്ധതിയിൽ നാം വിശ്വസിക്കണം. ഡേവിഡിൻ്റെ കണ്ണുകളിൽ ഭയത്തിനു നടുവിൽ പ്രത്യാശയുടെ ഒരു തിളക്കം ഉയർന്നു വന്നു. എനിക്ക് നിന്നെ പിന്തുണയ്ക്കണമെന്നുണ്ട് സാറ. നിന്നെപ്പോലെ തന്നെ എനിക്കും വിശ്വസിക്കണം. പക്ഷെ ഞാൻ ബുദ്ധിമുട്ടുകയാണ്. ഈ തീരുമാനം എന്നെ കീറി മുറിക്കുന്നുണ്ട്. സാറ അവൻ്റെ നെഞ്ചിലേക്ക് തല ചാരി അവനെ പുണർന്നു. എങ്കിൽ ഇപ്പോൾ തന്നെ ഈ പ്രശ്നം നേരിടാനുള്ള ശക്തി ദൈവം നമുക്ക് തരട്ടെ. നമുക്ക് ഒരുമിച്ചിതിനെ നേരിടാം. അവർ ഉറങ്ങാനായി കിടന്നു. വിശ്വാസത്തിലും സ്നേഹത്തിലും ഐക്യത്തോടെ മുന്നിലുള്ള വെല്ലുവിളികളെ നേരിടാൻ അവർ വീണ്ടും പ്രതിജ്ഞാബദ്ധരാകുന്നതിനാൽ നിരാശ ക്രമേണ ഒരു പുതിയ ദൃഢനിശ്ചയത്തിന് വഴിമാറി. അവരുടെ യാത്ര ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. പക്ഷേ അവരുടെ ദൃഢനിശ്ചയം അചഞ്ചലമാണ്.